നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് നാളെ ബെൻഫിക്കയ്ക്കെതിരെ കളിക്കുകയാണ്. ബെൻഫിക്കയുടെ മൈതാനത്ത് ലിസ്ബണിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ കളി നടക്കുന്നത്. നമുക്കറിയാം, ലീഗ് ഘട്ടത്തിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ സമയത്ത് അവസാന നിമിഷത്തിൽ ഗോൾ കീപ്പറെ കൊണ്ട് ഗോളടിപ്പിച്ച് ഹോസെ മൊറീഞ്ഞോ കാണിച്ച മായാജാലത്തിലാണ് റയൽ മാഡ്രിഡ് വീണു പോയതും അവർക്ക് പിന്നീട് പ്ലേ ഓഫിൽ കളിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതും. ഇപ്പോഴിതാ വീണ്ടും പ്ലേ ഓഫിൽ പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ ഹോസെ മൊറീഞ്ഞോ റയൽ മാഡ്രിഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മുൻ റയൽ കോച്ച് കൂടിയാണല്ലോ അദ്ദേഹം പറയുന്നു റയൽ മാഡ്രിഡ് മാച്ചിനെ കുറിച്ച്, ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താണ് രാജാക്കന്മാരോട്, ചാമ്പ്യൻസ് ലീഗ് രാജാക്കന്മാരോട് കഴിഞ്ഞ കളിയിൽ ചെയ്തത് എന്ന്. അവർ മുറിവേറ്റവരാണ്. മുറിവേറ്റ രാജാക്കന്മാർ കൂടുതൽ അപകടകാരികളാണ്, ഞങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. We know what we did to the kings of the Champions League. They are wounded. And a wounded king is dangerous. മുറിവേറ്റ രാജാവ് എപ്പോഴും അപകടകാരിയായിരിക്കും. അവർക്കെതിരെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ കോച്ച് ഹോസെ മൊറീഞ്ഞോ പറയുന്നു. തീർച്ചയായിട്ടും മൊറീഞ്ഞോ ഇനിയിപ്പോൾ എന്ത് തന്ത്രങ്ങളായിരിക്കും റയൽ മാഡ്രിഡിന് മേൽ പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ലീഗ് ഘട്ടത്തിലെ മത്സരം കഴിഞ്ഞപ്പോൾ റയലിലൊരു താരം തനിക്ക് റയലിൻ്റെ ജേഴ്സി ഓഫർ ചെയ്തപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് തൻ്റെ ടീമിലെ താരങ്ങളോട് പറഞ്ഞു, നോക്കുക 15 UCLൻ്റെ ലോഗോയാണത്, നമുക്ക് എത്ര എണ്ണം നേടാൻ പറ്റും ഇത് ഞാൻ ചോദിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ റയലിനോടുള്ള ബഹുമാനമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ വളരെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും, സ്പഷ്ടമാണത്. പക്ഷേ റയലിനെ തോൽപ്പിക്കാൻ ഒരിക്കൽ കൂടി താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം കട്ടായം പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വാറായിരിക്കും ലിസ്ബണിൽ നാളെ നടക്കാൻ പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.